നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതികൾ നിരന്തരം വരികയും അത് അണയാതെ വാർത്തയായി നിലനിർത്തുന്നതിന് പിന്നിൽ ആരാണ്, എന്തിനാണ്? ഇവിടെ മാധ്യമങ്ങൾ അത്ര അങ്ങോട്ട് ചർച്ച ചെയ്യുന്നില്ല. ഒന്നുകിൽ പിണറായിയെ തെറിവിളിക്കും, അതല്ലെങ്കിൽ വി ഡി സതീശനെ വിമർശിക്കും. ഈ നിലയിലാണ് കാര്യങ്ങൾ പോണത്. ഞാൻ ഇനി രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പറയുന്നില്ല. കുറച്ച് കാര്യങ്ങൾക്ക് ശേഷം നമുക്ക് അവസാന ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് മടങ്ങിയെത്താം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നു എന്ന് മനസ്സിലാവും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് വളരെ ശക്തമായി ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പങ്ക് പറ്റാത്തത് അഥവാ പങ്ക് വാങ്ങിയിട്ടില്ല ഒരു ചെറുപ്പക്കാരനാണ്. അയാൾക്ക് കൃത്യമായ ലക്ഷ്യബോധമുണ്ട്. ഷാഫി, അതുപോലെ അബിൻ വർക്കി, അങ്ങനെ കുറച്ചുപേർ കോൺഗ്രസ് നന്നായിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം. അവരുടെ കൈകളിൽ കോൺഗ്രസ് ഭദ്രമാണ്. പക്ഷെ അവരിലേക്ക് എത്താൻ കടൽക്കടവന്മാർ സമ്മതിക്കില്ല. അതിന്റെ കാരണം കൂടിയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. നമുക്ക് ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നതാണ്, അവിടെ മുതൽ തുടങ്ങാം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മൊത്ത കരാർ ആർക്കാണ് കൊടുത്തത്? സ്വാഭാവികമായും പിണറായി സർക്കാരിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഊരാളുങ്കലിനാണ് കൊടുത്തത് എന്ന് മനസ്സിലാകും. എത്രയ്ക്കാ? 7 കോടി രൂപയ്ക്ക്. ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി 7 കോടി രൂപയ്ക്ക് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തു. വർക്ക് മൊത്തത്തിൽ കരാറും കൊടുത്തു. അങ്ങനെ കരാറോ പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഒരു പരിപാടിയില്ല. ഊരാളുങ്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോസ്തുമാണ്. അതുകൊണ്ട് അതങ്ങനെ കൊടുക്കും. എത്ര രൂപയാണ് ശരിക്കും ഊരാളുങ്കൽ കൊടുക്കുന്നത്? 4.99, അതായത് 5 കോടി രൂപ തികയില്ല. 4,99,00,000 രൂപ ഊരാളുങ്കലിന് കൊടുക്കും. ദേവസ്വം ബോർഡ് ആകട്ടെ ഈ തുകയിന്മേൽ ഓഡിറ്റ് നടത്തും. 7 കോടി രൂപയ്ക്ക് കരാർ കൊടുത്തിട്ട് 4.99 കോടി രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഊരാളുങ്കലിന് കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി പണം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് കരാറും ടെൻഡർ വിളിച്ചാണ് കൊടുക്കുക. ടെൻഡർ വിളിച്ചിട്ട് മര്യാദയ്ക്ക് ടെൻഡർ തുക പറയുന്ന ഒരാളെ കൊണ്ട് അത് ചെയ്യിക്കുകയാണ്. ഇൻസ്പെക്ഷൻ ഉണ്ടാവും, അത് വൃത്തിയായി ഭംഗിയായി ചെയ്യുന്നു എന്ന് ഉറപ്പാക്കും. അങ്ങനെ കരാറുകാരനെ കണ്ടെത്തിയിട്ടാണ് കൊടുക്കാറ്. 750 കോടിയുടെ മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് 800 കോടി രൂപ വയനാടിലെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ വയനാടിന് വേണ്ടി മാത്രം സർക്കാരിനെ ഏൽപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏൽപ്പിച്ചു. വേറെ ഒന്നിലേക്കും ഫണ്ട് വകമാറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ ആ 750 കോടി രൂപയുടെ പദ്ധതി ഒരു കരാറും വിളിക്കാതെ, ഒരു തീരുമാനവും ആരോടുമായിട്ട് കൂടി ആലോചിക്കാതെ നേരെ ഊരാളുങ്കലിന് കൊടുത്തു. ഊരാളുങ്കൽ ആ പണി മോശമായിട്ട് എടുക്കുന്നെന്നോ അല്ലെങ്കിൽ അത് പണം പുട്ടടിച്ചെന്നോ അങ്ങനെ ഒന്നും ഉള്ള അഭിപ്രായം ഇവിടെ ഇല്ല. അവരെ ഏൽപ്പിച്ച പണി കൃത്യമായി വെടുപ്പായി അവരെവിടെ എടുക്കുന്നുണ്ട്. ആ വീട് കിട്ടുന്നവർ ഭാഗ്യവാർ തന്നെ. നല്ല ഉറപ്പുള്ള, കുറ്റിയുറപ്പുള്ള വീട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. തുടക്കത്തിൽ മുകളിലേക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ മുകളിലേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ വീടുകൾ നിർമ്മിക്കുന്നത് കൊണ്ട് വീട് കിട്ടുന്നവർക്ക് വേണമെങ്കിൽ വലുതാക്കി അവർക്ക് കൊണ്ടുപോകാനും പറ്റും. ഇനി അങ്ങനെ വലുതാക്കാൻ പാടില്ല എന്ന് വല്ല നിയമം എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും 750 കോടി രൂപയുടെ വയനാടിന്റെ പുനരധിവാസ ആ പദ്ധതി, വീടൊക്കെ വെക്കുന്ന ആ പദ്ധതി ഒരു ടെൻഡറും വിളിക്കാതെ, ആരോടും ആലോചിക്കാതെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത് ഊരാളുങ്കലിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇവിടെ അയ്യപ്പ സംഗമത്തിന്റെ 7 കോടി രൂപയ്ക്ക് ഉറപ്പിച്ചിട്ട് 5.99 കോടി രൂപ ഊരാളുങ്കൽ കൊടുക്കുന്ന കേസായാലും 750 കോടി രൂപയ്ക്ക് ഊരാളുങ്കലിന്റെ കയ്യിലേക്ക് വയനാടിനെ ആ തുക സമ്മതിച്ചുകൊണ്ട് ഒരു കരാറും വിളിക്കാതെ എടുത്തങ്ങ് വെച്ചു കൊടുക്കുന്ന കാര്യത്തിലായാലും ജനങ്ങളുടെ ശബ്ദമാകേണ്ട, ഇത് കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ശബ്ദമാകേണ്ട വി ഡി സതീശൻ ഈ കാര്യത്തെക്കുറിച്ച് മാ എന്ന് 2 അക്ഷരം മിണ്ടിയിട്ടില്ല. ഒരക്ഷരം മിണ്ടാതെയാണ് ഇരുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ സർക്കാരിനെ നഖശികാന്തം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ശക്തമായി ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന വി ഡി സതീശൻ എന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഒരു കരാറും വിളിക്കാതെ ഊരാളുങ്കൽ എന്ന് പറയുന്ന ഒന്നിന് ഏകപക്ഷീയമായി എടുത്തു കൊടുത്തിട്ട് ഒരൊറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക എന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി. ഇനി അതിനെന്താണ് തെളിവ് എന്ന്? 30 ലക്ഷം രൂപയാണ് 1000 സ്ക്വയർ ഫീറ്റ് വീടിന് വയനാട്ടിലെ ഊരാളുങ്കൽ പറഞ്ഞിട്ടുള്ളത്. 30 ലക്ഷം രൂപ. 30 ലക്ഷം രൂപയ്ക്കാണ് ആ വീട് കൊടുത്തത് എന്ന് വ്യക്തമായിട്ടും ഒരക്ഷരം വി ഡി സതീശൻ എവിടെയെങ്കിലും എതിർത്തതായി നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? എവിടെയെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള എതിർപ്പ്? ഒരു എതിർപ്പും കാണാൻ കഴിയില്ല. ഇനി വയനാടിന്റെ തന്നെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കോടി രൂപ കൊടുത്താലും അവിടെയുള്ള മുഴുവൻ ആൾക്കാരുടെ കടവും തീർന്ന് അവരുടെ തൊഴിലും ശരിയായി, അവരുടെ സ്ഥലവും വീടും എല്ലാം പൂർത്തിയായി അവരുടെ ജീവിതം സക്സസ് ആകുന്ന രീതിയിൽ എന്ന് നോക്കും. സർക്കാരിന് ഒരു ബാധ്യതയില്ല, നമ്മൾ തുടക്കം മുതൽ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാലും ഒരു 250 കോടി രൂപയ്ക്ക് തീരേണ്ട പദ്ധതിയാണ് വയനാടിന്റെ പുനരധിവാസ പാക്കേജ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് പറയുന്നത് സർക്കാർ ചെയ്യുകയാണെങ്കിൽ.
അങ്ങനെ 250 കോടി രൂപയുടെ ആ പാക്കേജ് പദ്ധതിയാണ് 750 കോടി രൂപയ്ക്ക്, അതായത് 500 കോടി രൂപ ഏറെയാണ്. 500 കോടി രൂപയുടെ കൂട്ടി ഊരാളുകളുടെ തലയിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത്. ആ 500 കോടി രൂപ ചില വായിൽ പോകാൻ വേണ്ടിയിട്ടാണ്. കേവലം 250 കോടി രൂപയുടെ പദ്ധതി മാത്രമാണ് അവിടെ ചെയ്യുന്നത്. ബാക്കി 500 കോടി രൂപ പുഴുങ്ങി തിന്നുകയാണ്, അടിച്ചു മാറ്റുകയാണ് എന്ന് പറഞ്ഞത് അബിൻ വർക്കിയ. ഏത് കോൺഗ്രസിന്റെ അബിൻ വർക്കിയ പറഞ്ഞത്. വി ഡി സതീശൻ അത് പറഞ്ഞില്ല. അബിൻ വർക്കി ഇത് വിളിച്ചു പറഞ്ഞ ശേഷം കഴിഞ്ഞ 2 മാസമായി പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരാളത് പറഞ്ഞതായിട്ട് എടുത്ത് കാണിച്ചു തരാൻ പറ്റും. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടം വ്യത്യസ്തനാകുന്നത്. എന്തുകൊണ്ടാണ് രാഹുലിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കുന്നതെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇനി ഒന്നുകൂടി അങ്ങോട്ട് കടന്നു പോകാം. കഴിഞ്ഞ 10 വർഷമായിട്ട്, അതായത് ഭരണ തുടർച്ച കിട്ടിയ കേരളത്തിലെ ആദ്യത്തെ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. ഈ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 5 ലക്ഷം കോടി രൂപ കടമെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. അതായത് കേരള ഗവൺമെന്റ് രൂപീകരിച്ച്, സംസ്ഥാനം രൂപീകരിച്ച ശേഷം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് വരെ ആകെ 1.something മാത്രമായിരുന്നു ലക്ഷം കോടി കടമുണ്ടായിരുന്നു മൊത്തത്തിൽ. അതിൽ ഉമ്മൻചാണ്ടിയും വി എസ് അച്യുതാനന്ദനും നായനാരും കരുണാകരനും എല്ലാവരും വിടും. എ കെ ആന്റണി അടക്കമുള്ള മുഴുവൻ ആൾക്കാരും വിടും. അങ്ങോട്ടുള്ള EMS വരെയുള്ള മുഴുവൻ ആൾക്കാരും വിടും. ഇവരെല്ലാവരും കൂടെ കടം വാങ്ങി കൂട്ടിയത് ആകെ 1 ലക്ഷത്തിൽ ചില്ലാനാണ്, 2 ലക്ഷം തികയില്ല. എന്നാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ഇപ്പൊ ഭരണ തുടർച്ച കഴിഞ്ഞ് പൂർത്തിയായി നിൽക്കുന്ന സമയത്ത് 5 ലക്ഷം കോടി രൂപ ഇതുവരെ ഈ 10 വർഷത്തിനുള്ളിൽ കടം വാങ്ങി. അത് പറയുന്നത് ഇവിടുത്തെ അടിസ്ഥാന വികസനങ്ങൾ, റോഡ്, പാലങ്ങൾ, മറ്റെല്ലാം ഉണ്ടാക്കിയെന്ന്. ഇതിന്റെ മുഴുവൻ കണക്കെടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം കോടി രൂപയിൽ ഈ പറഞ്ഞതെല്ലാം കൂടി എത്ര രൂപ ചെലവ് വരും? ബാക്കി പണം എവിടെ പോയി എന്ന് ചിന്തിക്കേണ്ടി വരും. ഇതെങ്ങോട്ടായി പോയത് ഈ കോടി കടം വാങ്ങിയതിനു ശേഷം? അതായത് ചോദിക്കാനും പറയാനും ആരുമില്ല. വി ഡി സതീശന് ഇതിന്റെ പങ്കുവെല്ലാം കിട്ടുന്നുണ്ടോ? അദ്ദേഹം ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. വയനാടിന്റെ പുനരധിവാസ പാക്കേജിൽ 750 കോടി രൂപ ഊരാളുകളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ 250 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് അല്ലെങ്കിൽ നിർമ്മാണ പ്രക്രിയയാണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ 500 കോടി രൂപയും കട്ടെടുക്കുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതേ രീതിയിലാണ് ഈ 5 ലക്ഷം കോടി രൂപ ഇതുവരെ 10 വർഷം കൊണ്ട് കടമെടുത്തിട്ടുള്ള 5 ലക്ഷം കോടി രൂപ വിനിയോഗിച്ചിട്ടുള്ളതെങ്കിൽ എന്താണ് പറയേണ്ടത്? ആ രീതിയിലാണ് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എത്ര കോടി രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടന്നതെന്ന് എന്തെങ്കിലും ബോധമുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഓഡിറ്റ് നടത്തി ഇതിന്റെ സത്യാവസ്ഥ, വരവുക ചെലവുക എത്രയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി കേരള ജനതയുടെ മുന്നിലേക്ക് വെക്കാൻ മുൻകൈയെടുത്ത് ഇറങ്ങേണ്ടത് വി ഡി സതീശനാണ്. ആ വി ഡി സതീശനാണ് ഒരു അക്ഷരം മിണ്ടാതെ പാനിന്റെ പോക്കറ്റിൽ കൈവിട്ട് വായിൽ പ്ലാസ്റ്റർ മുട്ടിച്ച് നോക്കി മിണ്ടാതിരിക്കുന്നത്. ഞാനും നിങ്ങളും അടക്കമുള്ള കേരളത്തിലെ 3.5 കോടിയുടെ നികുതി പണം, ആ നികുതി പണമാണ് ഈ രീതിയിൽ ചില വായിൽ അവർ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതെന്ന് മനസ്സിലാക്കണം. അതിനെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അതിനർത്ഥം ഇതിന്റെ പങ്ക് കൃത്യമായ അളവിൽ അവർക്കും കിട്ടുന്നുണ്ട് എന്ന് തന്നെയല്ലേ? ഈ ചോദ്യങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനാണ് മാറ്റി നിർത്തുന്നതെന്ന് ചോദിക്കുന്നത്. തൊട്ടന് പിടിച്ചത് മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുന്നത് എന്തിനെന്ന് ചോദിക്കും. അയാൾ ഇങ്ങനെ വിരളിച്ചുകൊണ്ട് ചോദിക്കുന്ന ചങ്ങാതിയാണ്. ചെറുപ്പക്കാരനല്ലേ, അതിന്റെ ഉച്ചിരും ചോദ്യവും പറച്ചിലും ഒക്കെ ഉണ്ടാവും. ഇത്തരത്തിൽ വെട്ടിത്തിന്ന് തുടങ്ങിയിട്ടില്ല. നാളെ ഇനി വെട്ടിത്തിന്നോന്ന് അറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈടോ വിജയ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ ധൈര്യമുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഈടോ സതീശ മര്യാദയ്ക്ക് കണക്ക് പറ എന്ന് പറയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് സതീശൻ ഭയപ്പെടുന്നു. ഇത് തന്നെയാണ് വസ്തുത. സതീശന്റെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തു തുടങ്ങി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ? അവിടുത്തെ പ്രിവിലേജ് കമ്മിറ്റിയുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യതയാക്കാൻ, MLA സ്ഥാനം അയോഗ്യനാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവനക്ക് ഇറക്കിയത് കണ്ടു. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം, ഇത്തരത്തിലുള്ള വെട്ടിത്തിരിച്ച കൊള്ള അത് ചൂണ്ടിക്കാണിക്കാൻ ഇനി യുവാക്കൾക്കേ പറ്റൂ. ആ യുവാക്കളിൽ കഴിവും പ്രാപ്തിയുമുള്ള, ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഓരോരുത്തരെയും വെട്ടിനിർത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രഥമ ലക്ഷ്യം. അതിന് പിണറായി വിജയനും വി ഡി സതീശനും ഇവരെല്ലാവരും കൂടെ കൈകോർത്ത് നിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ ഈ കേസും ഈ പുക്കാറും എന്നേ മനസ്സിലാക്കാനുള്ളൂ. അല്ലാതെ പരാതിക്കാർക്ക് നീതി വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ലക്ഷ്യമല്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇതിങ്ങനെ നീളും. മിണ്ടരുത് അതുവരെ ആരും ഈ വിഷയത്തെക്കുറിച്ച്. Different angles. Don't forget to subscribe and support this channel.